മതവാണിഭം 2004 മുതൽ 2014 വരെ ഏതാണ്ട് 10 വർഷക്കാലം ഈ ഭാരതം ഭരിച്ചത് ഒരു ഇറ്റാലിയൻ നർത്തകി അല്ലെങ്കിൽ ബാർഗേൾ ആയ സോണിയാഗാന്ധി ആയിരുന്നു. മൻമോഹൻ സിംഗിനെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ ഇംഗിതത്തിനൊത്ത് അവരുടെ വിരൽത്തുമ്പിൻ്റെ നൃത്തമാടുന്ന മൗനി ബാബയെ വെച്ച് ഇന്ത്യ ഭരിച്ച ഇത്ര അപമാനകരമായ ഒരു കാലഘട്ടം ഭാരതത്തിന് ഉണ്ടായിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങളാണ് ഈ കവിതയ്ക്ക് ആധാരം. മതവാണിഭം. ഇപ്പോഴേ ആ സംഭവങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും വെളിച്ചത്ത് വന്നു. ബോംബെയിൽ നടന്ന ഭീകരാക്രമണം, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നുള്ള ഭീകരാക്രമണം, ഹിന്ദുക്കളുടെ മേൽ കെട്ടിവെച്ച് ഹിന്ദു ഭീകരവാദം എന്ന ഒരു പ്രഹേളിക ഉണ്ടാക്കാനായിരുന്നു അവരെ ശ്രമിച്ചത്. ഖസവാദികളെ ജീവനോടെ പിടിച്ചതോടുകൂടി ആ പദ്ധതി പൊളിഞ്ഞു. അതിന്നത്തെ IPS IAS ഓഫീസർമാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അന്ന് നടന്നത് എന്തായിരുന്നെന്ന്. ആ വെളിച്ചത്തിൽ കൂടിയാണ് ഈ കവിത കേൾക്കാൻ. വാണിഭശാലകൾ പൊട്ടിച്ചിതറവേ, തീപ്പൊരി പോലെ ചിതറി കാമാംസബന്ധങ്ങൾ, തിരയിലലിയുന്ന കുമിളകൾ പോലവേ പൊലിയുന്നു ജീവിതമഗ്നിനാളങ്ങളിൽ. പഷ്ണി കിടന്നിട്ടരിച്ചു പെരുക്കിയ 10 പണത്തിന് വാവാട വാങ്ങുവാൻ പാതക്കരികിലെ പണ്ടകശാലയിൽ പുത്തൻ പുടവകൾ പരതി നടന്നവൾ. ഇപ്പോഴൊരൽപ്പം നിറപ്പകട്ടിൽ നല്ല പുത്തൻ പുടവകൾ വാങ്ങിടാം ലാഭമായി. കോച്ചും തണുപ്പിലും കീറത്തുണി കൊണ്ട് കോലം മറച്ചവളേറെ പണിപ്പെട്ട് ആഭാസ നേത്രങ്ങൾ അസ്ത്രങ്ങളായങ്ങ് ചീറിപ്പതിക്കുന്നത് എത്ര നാൾ കണ്ടവൾ. മനം മറയ്ക്കുവാൻ മറവസ്ത്രമില്ലെങ്കിൽ ആഭാസനുണ്ടെന്ന് പറയുന്ന കണ്ണുകൾ. തുച്ഛം പണം കൊണ്ട് സങ്കല്പ സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്ന പാവഞ്ചനാവലി. ഇപ്പോൾ പണത്തിനൊരൽപ്പം പകിട്ടുണ്ട്, അർഹം കൊടുത്തങ്ങ് വാങ്ങിടാം പട്ടുകൾ. ദീപാവലി മാർക്കറ്റാണ്, ദീപാവലി മാർക്കറ്റ്. അവിടെ വളരെ വില കുറച്ച സാധനങ്ങൾ കിട്ടും, ഡിസ്കൗണ്ടിൽ കിട്ടും. ചിലപ്പം ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് 2 എണ്ണം കിട്ടും, 3 എണ്ണം കിട്ടും, അങ്ങനെയൊക്കെയാണ്. ഇതിലിപ്പോൾ പകുതി വിലയ്ക്ക് കിട്ടും. തുച്ഛം പണം കൊണ്ട് സങ്കല്പ സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്ന പാവഞ്ചനാവലി. ഇപ്പോൾ പണത്തിനൊരൽപ്പം പകിട്ടുണ്ട്, അർത്ഥം കൊടുത്തങ്ങ് വാങ്ങിടാം പട്ടുകൾ. അല്പം പണം കൊണ്ട് മെച്ചമുണ്ടാക്കുവാൻ പാവങ്ങൾ എത്തുന്ന പണ്ടകശാലയിൽ വേണ്ടുവോളം വരും. വാണിഭത്തിനാള് ടാക്സി ഇല്ലാത്തവർ, ടാക്സുമില്ലാത്തവർ. പെട്ടെന്ന് പൊട്ടി പടക്കമായി സ്വപ്നങ്ങൾ പൊട്ടിത്തെറിച്ചവർ. സ്വപ്നങ്ങളൊക്കവേ പൊട്ടും പൊടിയുമായി തീർന്നവൾ പൂമേനി. ഞെട്ടിത്തെറിച്ചുടൻ രാഷ്ട്രനേതാക്കളും. ഞെട്ടുന്ന വേദിയിൽ വന്നു വിളംബരം. ഒട്ടും തളരുകയില്ല നാം എന്നവർ. ലറ്റം കൊടുക്കുമീ കഷ്ടകാലത്തിന്, നൽകും 5000 ചാകാത്തവർക്കുടൻ. കൈക്കൂലി വാങ്ങവേ പൊട്ടിത്തെറിച്ചിറ പോലീസുകാരനും നൽകി 5000. നഷ്ടത്തിനേകി പരംവീരചക്രവും പുഷ്ടിപ്പെടുത്തുമെന്ന ആശ്വാസവാചകവും. തട്ടിത്തകർന്നത്ത ജീവിതം രീതിയിൽ പണ്ടകശാലകൾ എത്ര വെണ്ണീറായി. തോരാത്ത വാതുകൾ വെച്ച് നേതാക്കളും കഷ്ടം നരകത്തിലാഴ്ന്നു ജനങ്ങളും. ഒട്ടിപ്പതിഞ്ഞൊരാ വക്രകുപ്പിക്കുമേൽ തട്ടിപ്പടർന്നൊരാ രക്തബിന്ദുക്കളും. ക്ഷിപ്രം വഹിച്ചുകൊണ്ടെത്തി മതമന്ത്രി. കഷ്ടം പവിത്രമേ തൊപ്പിയിൽ രക്തമോ. കൽപ്പന വന്നുടൻ മുദ്രാങ്കിതം ചെയ്ത് കൽപ്പിച്ചതൊക്കെ കൊടുക്കണം തൊപ്പിക്ക്. വിട്ടേച്ചിടണം രക്തരക്ഷസിനെ പുഷ്ടിപ്പെടുത്തുവാൻ മതേതരത്വത്തിന്. വക്രകോപ്പി ആരാണെന്ന് മനസ്സിലായല്ലോ. ഒട്ടുകോലാഹലം തീർന്ന നേരത്തവർ ഷോപ്പിങ്ങിനെത്തിയങ്ങി 10 പേരിക്കരെ. പട്ടിണി കൊണ്ടൊരു പങ്ക് വഞ്ചിതരായവർ പഞ്ചതാരങ്ങളിൽ താരങ്ങളാകുവാൻ. ഇങ്ങനെ സരോജിനി മാർക്കറ്റിലും ഒക്കെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനം ഉണ്ടായി. തുടർന്നാണ് ബോംബെയിലെ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതാണ്. ഒട്ടുകോലാഹലം തീർന്ന നേരത്തവർ ഷോപ്പിങ്ങിനെത്തിയ 10 പേരിക്കരെ. പട്ടിണി കൊണ്ടങ്ങ് വഞ്ചിതരായവർ പഞ്ചതാരങ്ങളിൽ താരങ്ങളാകുവാൻ.
ചിട്ടപ്പെടുത്തിയ 10 തോക്കൻ മുന 10,200 പൊട്ടിത്തെറിപ്പിച്ചു. രക്തത്തിനുണ്ടോ വെളുപ്പെന്നു ചിന്തിച്ചു വീണ്ടും പൊഴിച്ചവർ തീയുണ്ടേറ്റവും. രാജ്യം നടുങ്ങി വിറച്ചു നേതാക്കളും. ആക്രോശമേറിയ അന്തർദേശീയത്തിൽ ഞങ്ങളും മക്കളും കേടിച്ചിരുന്നൊരാ പഞ്ചതാരങ്ങളെ പുൽകിയതെന്തിന്? ഇപ്പോൾ പടയ്ക്കണം നിയമങ്ങളെന്നവർ. പൊട്ടത്തെരുവല്ല പഞ്ചനക്ഷത്രങ്ങൾ. ചട്ടുവഞ്ചുട്ടു വഴിപ്പിച്ചു വെക്കണം. പൊട്ടിക്ക വേണം 4-5 പീരങ്കി. പാപങ്ങൾ ചത്ത് മലച്ച നേരത്തവർ പാഴ്വചനങ്ങൾ ഏറെ പറഞ്ഞവർ. 8 പേർ പടിയാരി നിയമങ്ങളില്ലെന്ന് 10 പേർ വാമൊഴി പഴുതാണ് കാരണം. പാലനം ചെയ്യാത്ത പോലീസുകാരിലും പടിയാരി പണ്ഡിതർ. പാവഞ്ചനാവലി കരുതി വെച്ചിടുന്ന കണ്ണുനീരം കൊണ്ട് കുരുതിക്കു കൂട്ടിനു വന്ന നേതാക്കളും. പൊട്ടിപ്പൊളിഞ്ഞൊരാ പഞ്ചനക്ഷത്രങ്ങൾ പണ്ടക്കണക്ക് തകർപ്പനായി തീർത്തവർ. നയതന്ത്രമന്ത്രം ചലിപ്പിച്ച് വേഗത്തിൽ നിയമങ്ങളും കർക്കശമാക്കിയ പാവഞ്ചനാവലി ചത്ത നേരത്തവർ പതിവായി പാടി ഈ മന്ത്രം മതേതരം. പഞ്ചതാരങ്ങളെ പൊട്ടിച്ച നേരത്ത് തഞ്ചമായി തന്ത്രങ്ങളേറെ പടച്ചവർ. വേഗം ചമച്ചേറെ നിയമങ്ങൾ നീതിക്ക് പുനജന്മമേകി പൊട്ടയ്ക്ക് വീണ്ടും. നിയമങ്ങൾ തീർത്തു വിമാനം കവർന്നിടാൻ പോലീസിനേകി അധികാരപത്രവും. ഭരണവർഗത്തിന്റെ കാവൽപ്പടകളെ വേഗം ഭരിപ്പിച്ച് നാലിരിക്കെങ്കിലും വർത്തുള്ള വാക്കുകൾ ഏറെ പറഞ്ഞവർ വിഡ്ഢികളാക്കി ജനാവലി വോട്ടറെ. വിലയില്ല തെരുവിലെ പൈതലെന്നല്ല ലക്ഷം കൊടുത്തിട്ട് ശമനം വരുത്തിടാം. സ്വപ്നങ്ങൾ നമ്മുടെ അത്ര വിലപ്പെട്ടതെന്ന് അല്പജ്ഞരുണ്ടോ അറിയുന്ന ഘട്ടം. തെരുവിലെ നായ്ക്കളെ വേട്ടയാടിയിടുവാൻ വരുതിയിലുള്ളൊരു പോലീസ് പോരെന്നു കരുതി എറിഞ്ഞോ തുറന്നിട്ട് അതിരുകൾ. സ്ഫോടനം തീർക്കുവാൻ വഴിനീട്ടി നൽകി. ജനമേറെ വലയുന്ന ഭരണതന്ത്രജ്ഞരാൽ മരണം മണക്കുന്നു വേദികളിലെങ്ങും. നവ്യസൗധത്തിന്റെ മുകളിലിരുന്നവർ മൊത്തമായി വിൽക്കുന്നു രാഷ്ട്രമീ ഭാരതം. അമിത മോഹത്താൽ കരിഞ്ഞുപോയി 2 പേർ. വരുതിയിലില്ലാത്ത പുലികളെ മേച്ചവർ. അതിരുവിട്ടപ്പം കൊടുത്തെന്നു ഗാന്ധിജി നെഹ്റുവിന് അധികാരമാകുന്ന വാളിന്. അടവുകൊണ്ടരജൻ ചമഞ്ഞൊരു നേതാവ് വികലമായി തീർത്ത ഈ ഭാരത ദർശനം. അവിടെ തുടങ്ങി ഈ നാടിന്റെ നാശവും, അവിടെ തുടങ്ങി ഈ നായകനാശവും. 10 പണ്ടും പൊലിഞ്ഞുങ്ങു 2 പേർ ഭാരതി. മത്സ്യഗന്ധിക്ക് പിറന്ന രണ്ടാൺതരി. അമിതഭോഗത്താൽ പൊലിഞ്ഞൊരാൾ ജീവനും, അമിത ക്രോധത്താൽ കൊഴിഞ്ഞ അപരന്റെ ദേഹവും. അതായത് ചിത്രാംഗതനും വിചിത്രവീര്യനും മത്സ്യഗന്ധിക്ക് പിറന്ന 2 പേരാണ്. അവര് ഒരാള് ചിത്രാംഗതൻ എന്ന ഒരു ഗന്ധർവനായിട്ടുള്ള യുദ്ധത്തിലും, മറ്റവൻ 2 ഭാര്യമാരെ ഭോഗിച്ച ഭോഗം കൊണ്ട് മരിച്ചുപോയി. ഇതുപോലെ എവിടെ പറഞ്ഞ അമിതമോഹത്താൽ കരിഞ്ഞുപോയി 2 പേർ. വരുതിയിലില്ലാത്ത പുലികളെ മേച്ചവർ. അതായത് ശ്രീലങ്കയിലെ പുലികളെ നിയന്ത്രിക്കാൻ പോയ ഒന്ന് അത് സൃഷ്ടിച്ച ആളും രാജീവ് ഗാന്ധിയും, അതുപോലെ രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയും ഭോഗം കൊണ്ടും അമിത മോഹം കൊണ്ടും മരണപ്പെട്ടവരാണ്, വധിക്കപ്പെട്ടവരാണ്. ഈ രാജ്യത്തെയും കോൺഗ്രസിനെയും നയിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നിട്ടും ആശയപരമായി തന്നോട് യാതൊരു പൊരുത്തവുമില്ലാത്ത നെഹ്റുവിനെ ഗാന്ധിജി തുണച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? നെഹ്റുവിന് അന്നത്തെ വൈസ്രോയിയുടെ പത്നിയുമായി ഉണ്ടായിരുന്ന എന്ന് പരക്കെ പറയപ്പെടുന്ന രഹസ്യബന്ധം, ജാരബന്ധവും, അതോ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ചില വൈകല്യങ്ങളാണോ? ഗാന്ധിജിക്ക് തൻ്റെ ബ്രഹ്മചര്യം പരീക്ഷിക്കുവാൻ
ആളുകളെ വിട്ടുകൊടുത്തിരുന്നത് നെഹ്റുവായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ഇവർ രണ്ടുപേരും കൂടി ഭാരതത്തെ നശിപ്പിച്ചു, നാണാക്കല്ല് പിടിപ്പിച്ചു. ഏതായാലും 2014 ഭാരതം രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ അത് സഹിക്കാൻ വയ്യാത്ത വല്ലതും ഇപ്പോഴും പല ഗൂഢതന്ത്രങ്ങളും ചമച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. രചന ശിവകുമാർ ഐത്തല. 2004-2010 ആ കാലഘട്ടത്തിൽ എഴുതിയ കവിതയാണിത്. ഇത് ജനകീയ കവിതാവേദിയിലെ പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. 2 വർഷം ഞാൻ അതിൻ്റെ പ്രസിഡന്റുമായിരുന്നു. തലക്കര രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ജനകീയ കവിതാവേദി.